ഉമ്മാന്റെ 17 മക്കളുടെ പേരൊന്നും ആദ്യം ചോദിച്ചു നോക്കാം അല്ലേ? ചോദിക്കല്ലേ? ഓക്കെ. ഉമ്മ നിങ്ങൾ ആദ്യം മുതൽ ഇങ്ങനെ ഏകദേശം പറഞ്ഞാണ് ഈ 17 മക്കൾ. സുബൈദ, പിന്നെ കരീമ്, പിന്നെ സലാമ്, പിന്നെ റസാക്ക്, പിന്നെ സൂറാബി, പിന്നെ സക്കീന, പിന്നെ നെസി. 17 മക്കളുള്ളൊരു ഉമ്മ കേട്ടോ. 17 മക്കള് അൽഹംദുലില്ലാ 100ഓളം പേരമക്കള് മലപ്പുറം ജില്ലയിലെ വരമ്പനാലയിലാണുള്ളത്. ഏറ്റവും ഹൈലൈറ്റ് എന്താ പറയുക, ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. ഉമ്മയും മക്കളും കുറേ ആളുകളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷേ ഒരു പ്രോഗ്രാം കല്യാണം വിരുന്നൊക്കെ ഉണ്ട് എങ്കിൽ ഇവരെന്നെ മതി അത് വിജയിപ്പിക്കാൻ. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 7 വീട്, ഉമ്മയുടെ 7 ആൺമക്കളും ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇവരുടെ ഉമ്മയുടെ സ്ഥലത്താണ് വീട് വെച്ചിട്ടുള്ളത്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാധാരണ ഈ കാലഘട്ടത്തിൽ മക്കളുടെ വലുതായി കഴിഞ്ഞാൽ ഉമ്മയുടെ അടുത്തൊന്നും ഇല്ല ഉമ്മക്ക പോവാറുള്ളത് എങ്ങനെയും കഴിച്ചിലാവണമെന്നാണ്. വാപ്പാനും ഉമ്മാൻ്റെയൊക്കെ അല്ലാതെ അവർക്ക് ഫ്രീഡം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറ കുറച്ചാളുകൾ. ന്യൂക്ലിയർ ഫാമിലി വരുമ്പോൾ മാഷാ അല്ലാഹ് ഇവിടെ ഒരു വലിയ ഫാമിലിയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉമ്മയാണ്. അതേപോലെ തന്നെ വലിയ സപ്പോർട്ടാണ്. പിന്നെ ഉമ്മയുടെ ഹസ്ബൻഡ് പിന്നെ അവർ വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടാണ്. അപ്പോൾ മക്കളെ വളർത്തി എല്ലാവരെയും നല്ല നിലയിലാക്കുന്നതിലും വലിയൊരു ഉത്തരവാദിത്വം വഹിച്ചൊരു ഉമ്മയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മറിയാമു ഹജ്ജുമ്മയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഉമ്മയും ആളുകളും കുറേ പേരുണ്ട്. അപ്പോൾ ഒരു പുതിയ വീഡിയോ, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ വരണം കേട്ടോ. മറിയാമു അല്ലേ ഹജ്ജുമ്മ, എന്തമ്മ വിശേഷം? സുഖല്ലേ? ആണ്. എങ്ങനെയുണ്ട്? എല്ലാവരും എപ്പോഴും ഉണ്ടാവും കൂടെ? എപ്പോഴും ഉണ്ടാവും. 4 മണിയായാലും ഇവരെല്ലാരും വരും. അങ്ങനെ ഉണ്ട് അല്ലേ? 4 മണിക്ക് ഉമ്മാന്റെ അടുത്ത് എത്തും എല്ലാരും മരക്കടെല്ലാരും പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും. ആണല്ലേ? ആഹാ. പിന്നെ ഇപ്പൊ MLA ആദരിച്ചു അല്ലേ? ഉമ്മ ആണല്ലേ? ഇവിടെ ഇനിയിപ്പോ ഏതാണ് ഒരു സമ്മേളനമൊക്കെ വെച്ചാൽ നിങ്ങളെ മതിയല്ലോ. നിങ്ങളെന്നെ പോരെ? അല്ല, ഒരു വിരുന്നൊക്കെ ഉണ്ടാകുമ്പോ പുറത്തുനിന്ന് ആള് വേണ്ട, ഞങ്ങൾ വരണ്ട്. അല്ല, വിരുന്നുണ്ടാവുമ്പോഴേ എവിടെ വെച്ചാ നടത്ത വിരുന്നൊക്കെ? ആണല്ലേ? ഇവിടെ നാട് തുടങ്ങാണ് വീടുകളല്ലേ? അതെന്താ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം? എല്ലാരും ഇവിടെ വേണം എന്നുള്ളത് അന്ന് പറഞ്ഞു, എല്ലാരും അനുസരിച്ചു? കുട്ടികളെ നോക്കി വളർത്തി കെട്ടിച്ചിരിക്കുന്നത്. ഉപ്പാന്റെ ആഗ്രഹം എന്താ? ഉമ്മ പറഞ്ഞാണ് ആരാഗ്രഹാണ്? എന്റെ സ്ഥലമാണ്. ആരാഗ്രഹം എല്ലാരും ഇവിടെ വേണം? ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞു, ബാപ്പി നിങ്ങളെ ഭർത്താവും പറഞ്ഞല്ലേ? ആണല്ലേ? അങ്ങനെ തീരുമാനിച്ചു. എല്ലാരും സുഖമായിട്ട് ജീവിക്കട്ടെ. മൂത്ത കുട്ടീന്റെ പേരെന്താ? സുബൈദ. സുബൈദ അല്ലേ? അവസാനത്തെ കുട്ടീന്റെ പേരോ? നുസ്രത്ത്. ആണല്ലേ? ഈ പേരൊക്കെ ആരട്ടത്? നിങ്ങൾ തന്നെ? ഇപ്പത്തെ തന്നെ ആണല്ലേ? പിന്നെ ചെറിയ കുട്ടി ഇപ്പൊ എവിടെ ഉള്ളത്? സൗത്തിലേക്കല്ലേ? മൂത്താളോ? മൂത്താളെ ഇവിടെ വഞ്ചനൊക്കെ ഉണ്ട്. ആണല്ലേ? ആദ്യത്തും അവസാനത്തും പെൺകുട്ടികളാ? ഓക്കെ, അങ്ങനെയാണല്ലേ? പിന്നെ അവരൊക്കെ എപ്പോഴാ കൂടാറുള്ളത്? നിങ്ങൾ ഒരുമിച്ചൊക്കെ ഇവിടെ എല്ലാരും എന്തുണ്ടായിരുന്നു അമ്മ പരിപാടി? എന്ത് പരിപാടിയാ? ഇവിടെ താഴത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണം അടുത്തിടെ പേരക്കുട്ടിയുടെ കല്യാണം, ഉമ്മാന്റെ കുട്ടീന്റെ. അപ്പൊ അതിന് എല്ലാ 10 ആളും വന്നിരുന്നു. ആണല്ലേ? എല്ലാരും വന്നു. പിന്നെ 10 പെൺകുട്ടികൾ അല്ലേ? പിന്നെ 7 നിലവിലുള്ളവരൊന്ന് പരിചയപ്പെടുത്തി. ഇവിടെ ആരൊക്കെയുണ്ട്? മൂത്ത ജ്യേഷ്ഠൻ. നിങ്ങളെ പേര്? എന്റെ പേര് അബ്ദുൽ കരീം. എന്റെ പേര് അബ്ദുൽ സലാം, അബ്ദുൽ ഗഫൂർ, ജലീല്. പിന്നെ ബാക്കി ഒന്ന് പറയാം. പെങ്ങന്മാര് അവരൊക്കെ കെട്ടിച്ചു കൊടുത്താണ്. ഇപ്പൊ ഇവിടെ ആരും ഇല്ല. അവര് പേരക്കുട്ടികള്, മക്കളെ ഒക്കെ എല്ലാരും ഉണ്ട്. 87 പേരക്കുട്ടികളുണ്ട്. 3 തലമുറന്റെ ആളുകളുണ്ട്. മൊത്തം 17 മക്കള്. ഞങ്ങളിവിടെ തന്നെ 7 വീട് ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയ അതാണ്. ഒന്നിച്ചാണ്, ആരും ഒരു പ്രയാസവും ഇല്ലാതെ പൊതുവെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഭയങ്കര കച്ചറ കഴിക്കാറുണ്ടാവാറുള്ളത്. ഉമ്മാന്റെ ഒരു ബർക്കത്ത് ഉമ്മാക്ക് കൈവിട്ട് പോകാൻ പാടില്ല. ആദ്യം മുതൽ ഉമ്മാക്ക് തീരുമാനമാണല്ലേ? എല്ലാരും ഇവിടെ ആണല്ലേ? അപ്പൊ അതുകൊണ്ട് ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇല്ലാതിരിക്കട്ടെ. നിങ്ങൾ എവിടെ ഗൾഫിലാ? ഞാൻ അല്ലേ. എപ്പോഴും എല്ലാരും കൂടെ കൂടുതലുണ്ടോ മൊത്തം? ഞങ്ങളെല്ലാം പിന്നെ ഞങ്ങളെല്ലാരും ഇവിടെ ഒക്കെ എൻജോയ്ക്കും കാര്യത്തിനും എല്ലാരും കൂടെ തന്നെ പോക്ക്. ഒരു വലിയ വണ്ടി ആയിട്ട് പോകും, അല്ലെങ്കിൽ ഇതേമാതിരി എല്ലാവരും വണ്ടിയും പാടെ ഒരു 4-5 വണ്ടി ഉണ്ടാവും എല്ലാ സ്ഥലത്തും. ഞങ്ങൾ ഇങ്ങനെ കറങ്ങാനും. അല്ല, ഒരു ബസ് വിളിച്ചാലും പോരാ, 2 ദിവസം അല്ലേ? 2-3 ദിവസം ഉണ്ട്. മാഷാ അല്ലാഹ്. ഓക്കെ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സന്തോഷാണ് ആണല്ലേ? ഓക്കെ. ഉപ്പ വലിയൊരു കോൺഗ്രസിന്റെ നേതാവാണ്. എല്ലാവർക്കും അറിയപ്പെടുന്ന ആളാണ്. അപ്പന്റെ പേരെന്താ? ഹൈദ്രു മുസ്ലിയർ ആണല്ലേ? അവിടെ ദാറുൽ ഇസ്ലാം മദ്രസയില് ഉസ്താദായിരുന്നു. ആരെ? ഉപ്പ. ഓക്കെ.
ഉപ്പ മരിച്ചിട്ട് മരിച്ചിട്ട് 32 കൊല്ലായി. 32 വർഷമായി അല്ലേ? ആ. ഉമ്മയാണ് അപ്പൊ ഇത്ര ആളുകൾ അതിന് ശേഷം ശേഷം വലിയ ഉത്തരവാദിത്തം. ഉത്തരവാദിത്തം.